അങ്ങനെ ഞങ്ങൾ അൽക്കസാർ ഷോ കഴിഞ്ഞിട്ട് അതിനടുത്തുള്ള മോളിൻ്റെ മുമ്പിലുള്ള കൂടാരം പോലെ ഞാൻ കാണിച്ചായിരുന്നു ഞങ്ങളുടെ അങ്ങോട്ടുള്ള പോക്കിൽ. അത് അവിടെ ആ കടകളാണ് ഒരുപാട്. അവിടെ എത്തി കണ്ടോ, അവിടെ ഫുഡൊക്കെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഡോറിയ ഞാനിത് കഴിച്ചിട്ടേ ഇല്ല. ചക്കടത്തിന് വാൽപ്പൊടി ഒത്തിരി അടപ്പുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട് ഈ സമയത്ത് വൈകുന്നേരം. ഇത് കണ്ടോ, സ്ക്യൂവറയിലിരിക്കുന്ന ചിക്കൻ ഉണ്ട്, പോർക്കുണ്ട്, ബീഫുണ്ട്. ഇതിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ സ്ക്യൂവറിനും 15 തായ് ബാറ്റായിരുന്നു. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം എടുത്തിട്ട് അവരവരുടെ ഗ്രില്ലിൽ കൊണ്ടുവച്ച് ചൂടാക്കി തരുന്നത് കണ്ടോ. ഞങ്ങൾ എടുത്തത് ആരെടുത്താലും അത് ചൂടാക്കിയപ്പോൾ നെയ്യൊക്കെ എണ്ണയൊക്കെ ഒന്ന് മയമാവുമല്ലോ. എന്നിട്ട് അവരിത് കണ്ടോ, വേണ്ടവർക്ക് ഈ സ്പൈസി സോസിൻ്റെ അകത്ത് മുക്കിത്തരും. ഞങ്ങൾക്കത് സ്പൈസി ഇഷ്ടമായിരുന്നേ. അപ്പോൾ അവരുടെ ആ സോസിൽ മുക്കി ബാഗിലിട്ട് തരികയാണ്. നിറച്ച ആളാ. ഇത് കണ്ടോ, ഇരിക്കാൻ വേണ്ടി ആ മോളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റൂളും മേശയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കാം. ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ടേ, അവിടെ അങ്ങിരുന്നു. ഇതാ മോളിൻ്റെ ടെർമിനൽ 21 മുമ്പിലാണേ. ചിക്കനാണേ, ഇത് ചിക്കനാ. ഭയങ്കര ജ്യൂസിയാണ്. ഞാൻ എല്ലാവർക്കും എടുത്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്കാണെ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന്. ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിയൊക്കെ ചേർന്ന് ഭയങ്കര നമ്മുടെ എരിയൊന്നും അല്ലായിരുന്നു, ആവശ്യത്തിന് എരിയുള്ളായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മിച്ചമാണേ. വൈകുന്നേരം നല്ലതാ പുറം പോക്കിൽ പോയി ഇരുന്ന കാറ്റും വെളിച്ചമൊക്കെ അടിച്ച് കഴിക്കാനേ. ഇതുണ്ടോ, ഇത് പോർക്കായിരുന്നേ. ഇത് ഈ വാങ്ങിച്ചതിനെല്ലാം 15 തായ് ബാറ്റാണ് വില. എന്ന് വെച്ചാ ഞങ്ങളുടെ 50 സെന്റ് കനേഡിയൻ മണിയിൽ 50 സെന്റ് ആവുന്നുള്ള ഈ ഒരെണ്ണത്തിന്റെ പ്രൈസ്. ഇതിനും ചീപ്പല്ലേ. ഇത് സോസേജസ് ആണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ഓഫ് സോസേജ് ആണ്. കണ്ടോ, തായ് സോസേജ് നോർത്തേൺ. ഞങ്ങളത് എടുത്തു. ഒരു ബോക്സിനാണ് വില 60 തായ് ബാറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് 6-7 കണ്ടുണ്ട്. അത് അവരന്നേരം ഗ്രില്ലിട്ട് വീണ്ടും ചൂടാക്കി തരും. നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവുമല്ലോ. അത് 6. അതിൻ്റെ കൂടെ ഇഞ്ചിയുണ്ട്, ഇഞ്ചി പിക്കിളുണ്ട്, ക്യാബേജ് ഉണ്ട്, പച്ചമുളകുണ്ട്. കവറിലിട്ട് ഫോർക്കൊക്കെ ഇട്ട് തരികയാണേ. അപ്പോൾ ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടെ വരെ പോയി ഇരിക്കാതെ നിൽക്കുന്നിടത്ത് നിന്നും കഴിക്കാമെന്ന് ഓർത്തു. സോസേജിന് എരിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ പച്ചമുളക് കഴിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്നാ എരിയാന്ന്. ഭയങ്കര എരിയായിരുന്നു. അത് മാറാൻ വേണ്ടി ഞാൻ ഇഞ്ചി പിക്കിളും കഴിച്ചു. ക്യാബേജിൻ്റെ ലീഫ് അതും പച്ചക്ക് കഴിച്ചു. പക്ഷേ നല്ല ടേസ്റ്റിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള സോസേജസ് ആയിരുന്നേ. എരിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ, ജസ്റ്റ് മീറ്റ്. ഓരോ കടയുടെ മുമ്പിൽ വാങ്ങിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് തിന്നുക അങ്ങനെ പറ്റത്തുള്ളൂ. ഓരോ പ്രാവശ്യം വാങ്ങിച്ച് പുറത്ത് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഇവിടെ ഷ്രിമ്പ്, ടെമ്പൂറ ഷ്രിമ്പ്, കുറേ സാധനം ഇരിപ്പുണ്ടല്ലോ. കണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. ചിക്കൻ വിങ്സ്, ചിക്കൻ്റെ വിങ്സ് ഒന്നും നമ്മളങ്ങനെ എടുത്തില്ല, കാര്യം അതൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ല. ഇത് കണ്ടായിരുന്നോ, ഇതാണ് ലോങ്കൻ. അതിൻ്റെ ഡ്രിങ്കാണ് കുടിക്കാൻ. ആ കഴിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ നല്ല ഒരു കായ. ഇത് ലിച്ചിയുടെയൊക്കെ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡ്രിങ്ക് ഉണ്ട്, പൈനാപ്പിളിനുണ്ട്. ഇതേ ഫ്രൂട്ട്സൊക്കെ കണ്ടോ, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാക്കറ്റിൽ എടുത്തോണ്ട് അങ്ങ് പോയാൽ മതി വിലയിട്ട്. ഇത് കണ്ടോ, ശംഖിരിക്കുന്നത്, ശംഖിരുന്ന് വേവുന്നത് കണ്ടോ. ആ ശംഖിനെ വേവിച്ചേച്ച് ആ വെള്ളത്തിലോട്ട് ഇടുവാണേ. എന്നിട്ട് ഇനിയും പൊട്ടിച്ചെടുക്കുമായിരിക്കും. സ്ക്വിഡ് ഇരിക്കുന്നില്ലേ, സ്ക്വിഡാണെന്ന് തോന്നുന്നു. അതെ, ഏത് ഫുഡ്, എല്ലാ ഫുഡ് ഞങ്ങൾ അതും എല്ലാം ട്രൈ ചെയ്തു. അവിടുത്തെ ഞങ്ങൾ എന്നും കഴിക്കാത്ത ഫുഡുകളെല്ലാം ട്രൈ ചെയ്തു. സ്പൈസി സോസ് ഒഴിച്ചു തന്നേ. സോസ് നല്ല ടേസ്റ്റ് ഉണ്ട്, സ്പൈസി. പച്ചമുളകാണെന്ന് തോന്നുന്നു. ഇത് കോൺ ഡോഗ് ആണ്, കണ്ടില്ലേ, കോൺ ഡോഗ്. അപ്പുറത്തിരിക്കുന്നത് ഹോട്ട് ഡോഗ്. ഇത് കമ്പിളി നാരങ്ങ
ചക്ക മാങ്ങ ഒക്കെ കണ്ടപ്പം എനിക്ക് പിന്നെ അവിടെ അങ്ങ് എന്തൊക്കെ കഴിക്കണം വലിച്ചു വാരി എന്നറിയാതെ ആയിപ്പോയി. ഇത് കണ്ടായിരുന്നോ? എല്ലാം സീ ഫുഡാണേ. അത് പച്ചക്കാണ്, സോസ് ഇട്ടെങ്കിൽ തരത്തേ ഉള്ളൂ. അത് പച്ചക്കായതുകൊണ്ട് വാങ്ങിക്കാൻ ഒരു മനപ്രയാസമായിരുന്നു, വാങ്ങിച്ചില്ല. ഇത് നൂഡിൽസൊക്കെ കണ്ടോ, പാക്കറ്റ് ഇതങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി, വില 100. ഡംപ്ലിങ്സ് എല്ലാം അവരുടെ ഫുഡ് ട്രഡീഷണൽ. ഇത് കണ്ടോ സ്ക്വിഡ് ഇരിക്കുന്നത്, എൻ്റെ സ്ക്വിഡിൻ്റെ തല തന്നെ ഇരിപ്പുണ്ട്, ബോഡി മൊത്തം കൂടി ഇരിപ്പുണ്ട്. അതിൻ്റെ വില ഇട്ട് വെച്ചിട്ടുണ്ട് 40. അത് ബാർബിക്യൂ ചെയ്ത് തരുന്നതാണ് വലുത് സൈഡിൽ ഇരിക്കുന്നത്. സ്ക്വിഡിനെ കണ്ടല്ലോ, ഒക്ടോപ്പസ് പോലെയൊക്കെ. ഇത് കണ്ടോ ഈ കറുത്ത് കാണുന്നത്, ഈ പച്ച കാണുന്ന സീവീഡാണേ. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ടേസ്റ്റ്. സുഷീസാണ്, ഒരുപാട് വെറൈറ്റി സുഷി ഉണ്ടായിരുന്നു. ഞാൻ 5-8 എടുത്തു കഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. സുഷി നല്ലതാണ് എപ്പോഴും. അത് കണ്ടോ ഈ കറുത്ത കാണുന്ന കുരുകുരാന്ന്, അത് മീൻ്റെ മുട്ടയാണ്. ഈ ഓറഞ്ച് കളറിലെ മീൻ്റെ മുട്ടയാണേ. ഞാൻ സീവീഡുള്ളത് എടുത്ത് കഴിച്ചു നോക്കട്ടെ. ഈ സുഷി എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ഒരുമിച്ച് ഒറ്റ ട്രിപ്പിന് വായിലിടണമെന്നാണ് ഞാൻ പക്ഷേ പകുതിയായിട്ട് കഴിച്ചത് കേട്ടോ. സീവീഡിന്റെ ആർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, ഒരു വിയേർഡ് ടേസ്റ്റ്, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. കൊള്ളായിരുന്നു. ഇത് ക്രാബാണേ, ക്രാബ്, ഞണ്ട്. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്, എല്ലാ ഫുഡിനും ടേസ്റ്റ്. ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നമുക്ക് കുറേ ഫ്രഷ് വെജിറ്റബിൾസ് ഇരിക്കുന്നു. പേരയ്ക്ക, മാങ്ങ. ഞങ്ങൾ കുറച്ച് മാങ്ങ മേടിച്ചു. നല്ല പച്ചക്കപ്പ ഇന്ന് പച്ചക്കപ്പ നല്ല തിരക്കാ അവിടെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വലിയ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് കണ്ട മാതളം നാരകമൊക്കെ വെട്ടി വെച്ചേക്കുന്നത്, പാഷൻ ഫ്രൂട്ട്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് വറക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നോക്കുമായിരുന്നു. മുട്ട പൊട്ടിച്ച് പാത്രത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു ആ എണ്ണയ്ക്കകത്തോട്ട്. അതിൻ്റെ പുറത്തോട്ട് കുറേ ഇത് ഇട്ടു, സീ ഫുഡ്, കുറേ സീ ഫുഡ് ഇട്ടിട്ടുണ്ട്. കൊഞ്ചും ഞണ്ടും അങ്ങനെയെല്ലാം വിടും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടെ കോരിയിട്ടു. ഇതാണ് എൻ്റെ പുറത്ത് വെജിറ്റബിൾസ് മാത്രമേ ഇട്ടിട്ടുള്ളേ. എന്നിട്ട് അത് മടക്കി കണ്ടോ, വലിയ സാധനം. ഇത്തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വയറ് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിത് ട്രൈ ചെയ്തില്ലേ. അത്രയൊന്നും കഴിക്കാനുള്ള വയറില്ലായിരുന്നു. അടുത്ത് അങ്ങോട്ട് നടക്കുമ്പോൾ എന്തേ കണ്ടില്ലേ, കൊരവള്ളി പറയത്തില്ലേ, കുടലുമാല എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം അവിടെ ഇരിക്കുന്നു. കോഴിയുടെ കുടലാണ് അതായിരിക്കുന്നത്. ചുറ്റി ചുറ്റി വെച്ചിട്ട് ബാർബിക്യൂ ചെയ്യാണ്. അതിൻ്റെ അപ്പുറത്ത് ചിക്കൻ വിങ്സ് ഉണ്ട്. മീനൊക്കെ ഫുള്ളായിട്ടാണ്, ചെതുമ്പൽ പോലും കളഞ്ഞിട്ടില്ല. നല്ലപോലെ ഉപ്പിൻ്റെ അകത്തിട്ട് പൊതിഞ്ഞിങ്ങ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് കഴുകിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കഴുകി കാണുമായിരിക്കും. ചെതുമ്പലൊന്നും കളഞ്ഞിട്ടില്ല എന്തായാലും. അത് അവിടെ ഇരിക്കുന്നു. ഇത് കണ്ട കോഴിയുടെ ഹാർട്ടാണ്, നമ്മുടെ എന്താ പറയുന്നത്, ഹൃദയം, കോഴിയുടെ ഹൃദയം. അത് നമ്മൾ പറയുമ്പോൾ അതും അതുപോലെ ഗ്രില്ല് വെച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ തരിക ചെയ്യുന്നേ. ഒരു ഫോർക്കും ഒക്കെ തന്ന് അതിൻ്റെ ഒരു സോസും തന്നേ. ഞങ്ങളെല്ലാം ഓരോന്നൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. കാര്യം നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഇഷ്ടപ്പെടുവോ ടേസ്റ്റ് ചെയ്യുമെന്ന്. അതുപോലെ പല സാധനങ്ങളായപ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ ഒരു മോതിരം നിറയാനൊക്കെ തുടങ്ങി. എന്നാലും കഴിച്ചിട്ടില്ലാത്ത എല്ലാം കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പോളിസി. സോസസൊക്കെ നല്ല അവരുടെ കേട്ടോ, എരിയും മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ടേ. ചെയ്തപോലെയുണ്ട് സോസൊക്കെ. അങ്ങനെ പൊരിക്കുന്നുണ്ട്. അതിൻ്റെ വയറിൻ്റെ അകത്ത് ഇലക്കകത്ത് പൊതിഞ്ഞ് വേറെ എന്തൊക്കെയോ സാധനം വെച്ചിട്ടുമുണ്ട് ഇവിടെ. ഇനി തായ് ഫുഡ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ഇന്ത്യൻ ഫുഡുണ്ട്. ബട്ടർ ചിക്കന്, തന്തൂരി ചിക്കന്, എല്ലാത്തിൻ്റെ പേരുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെ. സമോസാസ്, അതായത് ചിക്കൻ ഇരിക്കുന്നു. ഇന്ന് സെയിലാണ്, ഈ ഒരു ദിവസം മാത്രം സെയിൽ. എനിക്ക് തോന്നുന്നു തീർക്കാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് വിൽക്കുമായിരിക്കും. ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നതാണ്. ഉണ്ണിയപ്പമാണെന്ന് ഓർക്കും, അല്ല അതല്ല, ചിക്കനും ഷ്രിമ്പും ചീസും ഒക്കെയാണ് ബോണ്ട. ഇത് കണ്ടോ ക്രാബ് ഇരിക്കുന്നേ, പാക്ക് ചെയ്ത് വെച്ചിരിക്കുക വിലയും വെച്ച്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് തുണിക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ തുണിക്കടയിൽ നിന്ന്
വല്ലൊരു വരുന്നൊരു വാങ്ങിക്കുമായിരിക്കും. തൊട്ടപ്പുറത്ത് മോളുണ്ട്. അപ്പം പിന്നെ ഇവിടുന്ന് ആരും മേടിക്കുമെന്ന് അറിഞ്ഞൂടെ. എന്നാലും ഞങ്ങൾ അവിടെ കൂടെ നടന്നു. ഇനി അവിടെ കൂടെ നടന്ന് കണ്ടില്ല എന്ന് വേണ്ടല്ലോ. അങ്ങനെ തിരിഞ്ഞപ്പോൾ ഇതേ ചക്ക. ഉയ്യോ, ഈ വർഷം ഈ നാട്ടിൽ ചക്ക തിന്നതേ ഇല്ലായിരുന്നു. അപ്പോൾ ആ പഴുത്ത ചക്ക 100 ബാറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒന്ന് ചാടി വീണു. അവിടെ നിന്നങ്ങ് തിന്നുകയും കൂടെ ചെയ്യാന്ന് ഓർത്തേ. പറഞ്ഞിട്ടേ പറ്റേ പക്ഷെ കൊള്ളാം, മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. തേന്തരിക്ക പക്ഷെ ആദ്യമായിട്ട് ചക്ക തന്നെ. പറ്റുമല്ലോ ഞാൻ ചക്കക്കുരു വീട്ടിൽ കൊണ്ടുവരേ. മെഴുക്കോട്ടെ പറ്റത്തില്ല. ഇനി പാടേം കൂടി തിന്നേ. സാഹചര്യം ഈ ചക്ക കണ്ടാലേ ഞാൻ മടലേ കളയാറുള്ള സാഹചര്യം. എന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഓർത്താണ് ഞാൻ പട്ടിണി കിടക്കുന്ന നാട്ടിൽ നിന്ന് വന്നാണ്. ഇത് കണ്ടോ, മുതലയുടെ തല അവിടെ ഇരിക്കുന്നു. കറങ്ങുന്നേ കണ്ടോ, കിടന്നുണ്ട് കറങ്ങി കറങ്ങി. ഇത് കണ്ടോ, മുതലയുടെ ഇറച്ചിയാണെന്നേ. മുതലയെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇയാളെ കണ്ടു, ഇയാൾ അവിടെ നിന്നിട്ട് കാലൊക്കെ കിടക്കുന്നുണ്ടോ. ഇതേ വെട്ടി അത് വരഞ്ഞെടുത്തേച്ച് അതിൻ്റെ എല്ലും മാംസമൊക്കെ കൂടെ കിടക്കുക. അതോ തൊലി കളഞ്ഞിട്ടിട്ടേക്കുക. അതിന് മാംസം വെട്ടാൻ പോകണേ. ഫുൾ ടൈം ഇങ്ങനെ മാറി 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 ഇതിൻ്റെ മുതലയുടെ സ്കെലിറ്റൻ ഇങ്ങനെ കിടന്ന് കറങ്ങും. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ആ എല്ല് വെച്ച് കറക്കുന്നത്. സൈഡിൽ കൂടി തലയൊക്കെ റിയൽ വെട്ടി വെച്ചേക്കുന്നതിൻ്റെയാണ്. വെട്ടിയെടുത്തതിൻ്റെ തലയെല്ലാം വെച്ചിരിക്കുകയാണ്. അതിന് താഴെ മീറ്റ് ബാർബിക്യൂ ചെയ്തിട്ട് തരികയാണ്. ഞങ്ങൾ ഓർത്ത് എന്തായാലും നമ്മൾ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന് നടുത്തുണ്ടം തിന്നണം എന്നല്ലേ, എന്നാൽ മുതലേ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ വാങ്ങിക്കണം പോവാം. ഇത് വിലയൊക്കെ ഇട്ടിട്ടുണ്ട്. മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്. അല്ല, സ്മോൾ മീഡിയം ലാർജ് 200 ബാറ്റ്. മീഡിയം വാങ്ങിക്കുന്നില്ല, കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഒരു സ്മോളാണ് വാങ്ങിച്ചത്, തിന്നില്ലെങ്കിലോ. സ്പൈസി വേണമെന്ന് ചോദിച്ചായിരുന്നു അവർ. സോസ് $15 മിനിറ്റ് വെയിറ്റ് ഉണ്ട്. ഇത് വെയിറ്റ് വരാൻ എന്താ കൂപ്പൺ തന്നു. അപ്പം വെയിറ്റ് ചെയ്യാം. എനിക്ക് മാങ്ങാണ്ടി കളയാൻ തോന്നുകയില്ല, മാങ്ങാണ്ടത് കേട്ടോ. ഞങ്ങൾ പിന്നെ 15 മിനിറ്റ് അവിടെ നിൽക്കാതെ അവിടെ എല്ലാം കറങ്ങിച്ച് വരാൻ ഓർത്ത് പിന്നെ അവിടെ നിന്ന് പോയി. ഇത് കണ്ടോ, ടോർച്ച് വെച്ചിട്ടാണ്, കണ്ടില്ലേ അയാളുടെ ഇരിക്കും ടോർച്ച് കൊണ്ട് വേവിക്കുന്നത്. ബാർബിക്യൂ വെന്ത് കൂടാതെ മേൽവശമൊക്കെ മുരിക്കുന്നത് കണ്ടോ. കാല് കണ്ടിരിക്കുന്നേ. കാല് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനമറിക്കുന്നുണ്ടായിരുന്നു. ഇതാ കമ്പനി ക്രൊക്കഡൈൽ ഗ്രിൽ. ഇവർ ലൈസൻസ്ഡ് ആയിരിക്കുമല്ലോ. നമ്മൾ മറ്റേ മീറ്റൊക്കെ തിന്നുന്നത് കാണുമ്പോൾ, നമ്മൾ കോഴിയൊക്കെ തിന്നുന്നത് കാണുമ്പോൾ വെജിറ്റേറിയൻസ് എന്ത് തോന്നും അതേ ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോൾ മുതലേ തിന്നുന്നത്. ഞാനങ്ങനെ മുതലയുടെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കാര്യം മനസ്സിൽ കഴിച്ചല്ലോ എന്നുള്ളൊരു വെപ്രാളം. അവസാനം ഞാൻ കൈയിട്ട് എൻ്റെ തൊണ്ടയിലിട്ട് ഛർദ്ദിച്ചിട്ട് കഴിഞ്ഞപ്പോൾ സമാധാനമായത്. പക്ഷേ ടേസ്റ്റൊക്കെ സെയിം ആണെന്നേ. നമ്മളിത് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിൽ പിടിക്കാത്തത്. ഇനി ബാക്കിയുണ്ട്, മാങ്ങയുണ്ട് കയ്യിൽ. ഒക്കെ കഴിച്ചത് തന്നെ എനിക്കറിയില്ല. കുറേ ഫുഡ് ട്രൈ ചെയ്ത് വയറ് ആവശ്യത്തിലധികം നിറഞ്ഞിട്ട് അനങ്ങാൻ വയ്യാതായിരിക്കുകയാണ്. തിന്നാത്തതെല്ലാം ട്രൈ ചെയ്തു. ഇനി അപ്പുറത്ത് മോളുണ്ട്, അവിടേക്ക് പോവാം. ഇപ്പോൾ 9 മണിയായിട്ടുണ്ട് സമയം. ഇന്ന് ഫസ്റ്റ് ഡേ ആയുള്ളൂ ഞങ്ങളുടെ. 9 മണിയായി. ആ മോൾ 11 മണി വരെ ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങാമെന്ന് ഓർക്കുക. എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലായിടം കാണും, മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത്.